കടൽ തീരമൊക്കെ കടൽ വലിച്ചു കൊണ്ടുപോയി, കടൽ ഭിത്തിയും വലിച്ചു കൊണ്ടുപോയി. ബാക്കി അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. തീരദേശക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. കണ്ടില്ലേ, കടൽ വലിച്ചു കൊണ്ടുപോയി. കടൽക്ഷോഭ സമയത്താണ് ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടാകുന്നത്. ഇത് കുമ്പള ബീച്ചിൽ നിന്നുള്ള ദൃശ്യമാണ്. കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കിടപ്പുറത്തേക്ക് വരുന്ന ബീച്ചാണിത്. എല്ലാ ഭിത്തിയും തകർന്ന് കിടക്കുന്നു. കണ്ടില്ലേ, ഏകദേശം ഒരു നല്ല അകലത്തിലുണ്ടായ ഭിത്തിയാണ്. എല്ലാം താഴോട്ട് പോയിരിക്കുന്നത്. ഉള്ളത് കുമ്പള കടപ്പുറത്താണ്. കടപ്പുറത്തെ സീനാണ്. കണ്ടില്ലേ, കടൽ ഭിത്തിയൊക്കെ പൊളിഞ്ഞ് താഴോട്ട് പോയി. ഇപ്പോൾ തോണിയും വള്ളങ്ങളും കയറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ പണിയെടുക്കുന്ന നമ്മളെ സഹോദരന്മാരാണ്. വലൻ്റെ പണിയെടുക്കാനാ. എന്താ പേരെന്താ? ഷെറീഫ്. ഇങ്ങോട്ട് നോക്ക്. അതെ, അപ്പോൾ ഇപ്പോൾ പണിയില്ലേ? ഇന്ന് പണിക്ക് പോയില്ലേ? അതെയാ, അപ്പോൾ എല്ലാ ദിവസവും പോവില്ലേ? പോകുന്നുണ്ടാ? അപ്പോൾ ഇതാണ്, കണ്ടില്ലേ, ഇതെല്ലാം കടലിലേക്ക് കൊണ്ടുവന്ന സ്പഞ്ചല്ലേ ഇതല്ലേ? കടൽ വല താഴോട്ട് പോകുമ്പോൾ ഇത് പൊങ്ങിക്കിടക്കാനുള്ള സ്പഞ്ചാണ്. അത് ശരി. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ തോണി. ഇതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം എന്നാണ്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് വാലേൻ്റെ കളറൊക്കെ. കണ്ടില്ലേ ഇതേ? അല്ല, നിങ്ങളൊക്കെ ഉൾപ്പെടുത്തണം ഈ ഏട്ടൻ പറഞ്ഞത്, ഈ ആങ്ങളെ പറഞ്ഞു. അങ്ങനെ ഒന്നും എടുത്തതാ കടൽ. ഞാൻ കാഞ്ഞങ്ങാടാണ്. എന്നെ അറിയില്ല. എന്നെ അറിയാത്തവരാരും ഇല്ല. മലയാളിമാ ഫൈബർ ഉണ്ടാ? ഷർട്ടൊക്കെ ഒന്ന് ഇട്, ബട്ടണിട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ലൈലാൻ്റെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഇതെല്ലാം മുതലാളിമാരന്നെ. അപ്പോൾ ലൈലാൻ്റെ ഇപ്പോൾ എവിടെ കയറ്റി വെച്ചിരിക്കുന്നത്? ലൈലാൻ്റെ 50 ആളല്ലേ ഉണ്ടാവും അല്ലേ? 50 ആളോ 40 പേര് പോകുന്ന ലൈലാൻ്റെ. അതിൻ്റെയൊക്കെ വലയാണ് ഇത് ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ ഇതാണ് പണിക്ക്. അത് ശരി. വലിയ ലൈലാൻഡ് പോകുമ്പോൾ ചെറിയ തോണിയെല്ലാം കയറ്റി വെക്കാം. കണ്ടില്ലേ, ഹാർബർ. ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ ഇറങ്ങണം എന്ന് വെച്ചാൽ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞതാണ്, ഇവരുടെയൊക്കെ ഒരാവശ്യം എന്ന് വെച്ചാൽ ഹാർബറാണ്. ഇങ്ങോട്ടും കേട്ടാൽ കാണുന്നില്ല മുഖം. ഇവിടേക്ക് അതെ, പറഞ്ഞോ. ഹാർബറില്ല, കുറേ സാധനങ്ങളുടെ ഹാർബർ ഇത് വരാന്ന് പറയുന്നവര് അതിന് പൈസ അനുകൂലമായിട്ട് പാസ്സായെന്നും പറഞ്ഞു. എത്ര വർഷമായി പാസ്സായിട്ട്? 4-5 വർഷമായി. അപ്പൊ എന്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ എല്ലാവരും തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ട് പ്രവർത്തിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കണം. കാസർഗോഡ് ജില്ലയില് കുമ്പളയും മഞ്ചേശ്വരം കാസർഗോഡ് വെച്ചിട്ട് കൂടുതലുള്ളത് കുമ്പളയില്. എന്നിട്ട് ഹാർബറിന്റെ പണി ഇതുവരെ ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഇല്ല. ഒരു അത്യാവശ്യമാണ് ഇവർക്ക് ഹാർബർ. വേറെ നാട്ടിലേക്ക് ഒരു വർഷത്തിൽ 8 ലക്ഷം രൂപ വണ്ടിക്ക് തന്നെ കൊടുക്കണം. അത് ശരി. ചെലവ് തന്നെ. വരവ് കുറവും ചെലവ് കൂടുതൽ. വരവ് കുറവും ചെലവ് കൂടുതൽ. ആയിക്കോട്ടെ. ഓക്കെ, ശരി.